ഒളിമ്പിക്സ് കഴിഞ്ഞാൽ ലോക കായിക ഭൂപടത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായികമേളയായി കണക്കാക്കപ്പെടുന്നതാണ് ഏഷ്യൻ ഗെയിംസ്. ഏഷ്യയിലെ വിഭിന്ന സംസ്കാരങ്ങളും കായിക പ്രതിഭകളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ മഹാമേളയുടെ 20ാമത് പതിപ്പിന് ഈ വർഷം ജപ്പാൻ ആതിഥേയത്വം വഹിക്കുകയാണ്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ നാഗോയിലാണ് കായിക ലോകം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടങ്ങൾ അരങ്ങേറുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 46ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഗെയിംസിൽ 43 വ്യത്യസ്ത കായിക ഇനങ്ങളിലാണ് അത്ലറ്റുകൾ മാറ്റുരയ്ക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഏഷ്യൻ ഗെയിംസിലെ ഏറ്റവും ജനപ്രിയവും ആകർഷകവുമായ ഇനങ്ങളിൽ ഒന്ന് ക്രിക്കറ്റ് തന്നെയാണ്. T20 ഫോർമാറ്റിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഇന്ത്യ വലിയ പ്രതീക്ഷകളോടെയാണ് ജപ്പാനിലേക്ക് വണ്ടി കയറുന്നത്. പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികളെയും ഇന്ത്യൻ കായിക ലോകത്തെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കാൻ മലയാളിയുടെ അഭിമാനമായ താരം സഞ്ജു എത്തിയേക്കുമെന്നതാണത്. ഏഷ്യൻ വൻകരയിലെ കായിക വികസനവും സൗഹൃദവും ലക്ഷ്യമിട്ട് 1951 ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസിന് തുടക്കമിട്ടത്. അന്നു മുതൽ ഇന്ന് വരെ ഏഷ്യൻ കായിക രംഗത്തെ ഏറ്റവും വലിയ ഉത്സവമായി ഇത് നിലകൊള്ളുന്നു. ജപ്പാൻ ഇതിനു മുൻപും ഏഷ്യൻ ഗെയിംസിൽ വിജയകരമായി ആതിഥേയത്വം വഹിച്ചിട്ടുമുണ്ട്. എന്നാൽ 20ാമത് പതിപ്പിലേക്ക് എത്തുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും ഹരിതകായിക സംസ്കാരത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ജപ്പാൻ മത്സരങ്ങൾ ക്രമീകരിക്കുന്നത്. 43 കായിക ഇനങ്ങളിലായി ആയിരക്കണക്കിന് അത്ലറ്റുകൾ പങ്കെടുക്കുമ്പോൾ ഏഷ്യൻ ഗെയിംസ് മോഡൽ കൊയ്ത്തിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ വൻ ശക്തികളോട് പോരാടി ഇന്ത്യ തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒളിമ്പിക്സ് ഇനങ്ങൾക്ക് പുറമെ ഏഷ്യയുടെ തനതായ കായിക ഇനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ മേള. ഇതിലേക്ക് ക്രിക്കറ്റ് കൂടി എത്തുമ്പോൾ ഗെയിംസിന്റെ ജനപ്രീതിയും വാണിജ്യ മൂല്യവും വൻതോതിൽ വർദ്ധിക്കുന്നു. ക്രിക്കറ്റ് ഒരു ഒളിമ്പിക് ഇനമായി മാറുന്നതിന് മുന്നോടിയായി ഏഷ്യൻ ഗെയിംസിൽ ഇടം പിടിച്ചത് വലിയൊരു ചുവടുവയ്പായിരുന്നു. 2010 ഗ്വാങ്ഷു ഏഷ്യൻ ഗെയിംസിലും 2014 ഇൻജിയോൺ ഗെയിംസിലും ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നിരുന്നെങ്കിലും ഇന്ത്യ തങ്ങളുടെ ടീമുകളെ അയച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണ ചൈനയിലെ ഹാങ്ഷോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലേക്ക് പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളെ അയക്കാൻ BCCI തീരുമാനിച്ചു. ഹാങ്ഷോവിൽ ഋതുരാജ് ഗെയ്ക്വാദിന്റെ നായകത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ പുരുഷ ടീമും ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ വനിതാ ടീമും സ്വർണ്ണ മെഡലുകൾ നേടിക്കൊണ്ട് ചരിത്രം കുറിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തവണ ജപ്പാനിലേക്ക് പോകുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് കിരീടം നിലനിർത്തുക എന്നത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. T20 ഫോർമാറ്റിലുള്ള മത്സരങ്ങൾ കടുത്ത പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെങ്കിലും ഏഷ്യൻ വൻകരയിൽ ഇന്ത്യക്കുള്ള ആധിപത്യം കണക്കിലെടുക്കുമ്പോൾ ഒരു മെഡൽ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് സ്വർണം തന്നെ ആയിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് BCCI കരുക്കൾ നീക്കുന്നത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന അതേ കാലയളവിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് കലണ്ടർ മറ്റൊരു സുപ്രധാന പരമ്പരയ്ക്കും വേദിയാവുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം 5 T20 മത്സരങ്ങളുടെ പരമ്പരയ്ക്കായി ഇന്ത്യൻ പര്യടനം നടത്തുന്നത് ഇതേ സമയത്താണ്. ഒരു അന്താരാഷ്ട്ര പരമ്പരയും ഏഷ്യൻ ഗെയിംസും പോലെ മെഗാ ഇവന്റും ഒരേ സമയം വരുമ്പോൾ BCCIക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് ഉയർന്നത്. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബെഞ്ച് സ്ട്രെങ്ത് ലോകോത്തരമായതിനാൽ ഒരേ സമയം 2 ശക്തമായ ടീമുകളെ അണിനിരത്താൻ ഇന്ത്യക്ക് കഴിയും. മുൻപും ഇന്ത്യ ഇത്തരത്തിൽ ഒരേ സമയം 2 വ്യത്യസ്ത രാജ്യങ്ങളിൽ കളിച്ചിട്ടുമുണ്ട്. ഇത്തവണ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പരമ്പരയിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ മുതിർന്ന താരങ്ങൾ കളിക്കുമ്പോൾ ഏഷ്യൻ ഗെയിംസിലേക്ക് യുവത്വവും പരിചയസമ്പത്തും ഒത്തുചേരുന്ന മറ്റൊരു വമ്പൻ നിരയാണ് ഇന്ത്യ നിയോഗിക്കുന്നത്. ഇതിനായി 30 അംഗ സാധ്യതാ പട്ടിക BCCI തയ്യാറാക്കി കഴിഞ്ഞു. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും വലിയ സവിശേഷതയും ആകർഷണവും സഞ്ജു സാംസൺ ടീമിന്റെ ക്യാപ്റ്റനായി എത്തിയേക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഇന്ത്യ സ്വർണത്തിലേക്ക് നയിച്ച ഋതുരാജ് ഗെയ്ക്വാദ് ഇത്തവണ പ്രധാന ടീമിന്റെ ഭാഗമായി വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ കളിക്കാനാണ് സാധ്യത. അതിനാൽ ഏഷ്യൻ ഗെയിംസിന് ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തി സഞ്ജു തന്നെയാണ്. വളരെ കാലം പ്ലേയിങ് 11 അകത്തും പുറത്തുമായി മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സങ്കടപ്പെടുത്തിയ ഒരു ഭൂതകാലം സഞ്ജുവിനുണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ ICC T20 ലോകകപ്പോടെ സഞ്ജു സാംസൺ ടീമിലെ തന്റെ സ്ഥാനം അർഹതയ്ക്കുള്ള അംഗീകാരമായി ഭദ്രമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ബാക്ക് ടു ബാക്ക് സെഞ്ചുറികൾ നേടിക്കൊണ്ട് താൻ എത്രത്തോളം അപകടകാരിയായ ഒരു ബാറ്ററാണെന്ന് സഞ്ജു തെളിയിച്ചു കഴിഞ്ഞു. നിലവിൽ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ശേഷം ഇന്ത്യൻ 2020 ടീമിന്റെ ഭാവി നായക സ്ഥാനത്തേക്ക് BCCI പരിഗണിക്കുന്ന പേരുകളിൽ മുൻപന്തിയിലാണ് സഞ്ജു. IPL രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ചിരുന്ന സഞ്ജുവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതിനോടകം തന്നെ ക്രിക്കറ്റ് വിദഗ്ധർ പ്രശംസിച്ചതാണ്. ഏഷ്യൻ ഗെയിംസ് പോലെ വലിയൊരു വേദിയും വലിയൊരു ഉത്തരവാദിത്വം സഞ്ജുവിനെ ഏൽപ്പിക്കുന്നത് വഴി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവ് അന്താരാഷ്ട്ര തലത്തിൽ പരീക്ഷിക്കാനും BCCI ലക്ഷ്യമിടുന്നു. ജപ്പാനിലെ ഇന്ത്യ നയിച്ച സ്വർണ്ണ മെഡൽ നേടാനായാൽ സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി അത് മാറും. ഏഷ്യൻ ഗെയിംസിനായി ജപ്പാനിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീം പേപ്പറിൽ വിപരീത ടീമുകളെ ഭയപ്പെടുത്താൻ പോകുന്ന ഒന്നാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പും IPL മാച്ച് വിന്നർമാരും അടങ്ങുന്നതാണ് ഈ സാധ്യതാ സ്ക്വാഡ്. ടീമിന്റെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയായിരിക്കും. ഇടംകൈയൻ ബാറ്ററായ അഭിഷേക് ശർമ്മ പവർ പ്ലേ ഓവറുകളിൽ ബോളിനെ അതിർത്തി കടത്തുന്നതിൽ അസാധാരണമായ പടവുമുള്ള താരമാണ്.
അന്താരാഷ്ട്ര തലത്തിലും IPL-ലും തന്റെ പ്രഹരശേഷി താരം തെളിയിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ കൗമാര ബാറ്റിംഗ് സെൻസേഷനാണ് വൈഭവ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും അണ്ടർ 90 തലത്തിലും അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെച്ച വൈഭവിന് ഏഷ്യൻ ഗെയിംസ് വലിയൊരു വഴിത്തിരിവാകും. ഈ രണ്ട് ഇടങ്കൈയൻ ബാറ്റർമാരും ക്രീസിൽ ഉറച്ചാൽ ആദ്യ 6 ഓവറുകളിൽ തന്നെ കളിയുടെ ഗതി മാറ്റാൻ ഇവർക്ക് കഴിയും. ഓപ്പണർമാർക്ക് ശേഷം 3-ാം നമ്പറിൽ ക്യാപ്റ്റൻ സഞ്ജു തന്നെയായിരിക്കും ബാറ്റിംഗിനെത്തുക. ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനും ആവശ്യാനുസരണം ഗിയർ മാറ്റാനും സഞ്ജുവിന് കഴിയും. ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരു വർഷത്തിലേറെ പുറത്തിരിക്കേണ്ടി വന്നെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിലൂടെയും IPL-ലൂടെയും ഗംഭീര തിരിച്ചുവരവ് നടത്തിയ താരമാണ് ഇഷാൻ കിഷൻ. അഗ്രസീവ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ ഇപ്പോൾ മികച്ച ഫോമിലാണ്. T20 ടീമിൽ സ്ഥാനമുറപ്പിച്ച ഇഷാനെ ഏകദിന ടീമിലേക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ ഫോമിന്റെ തെളിവാണ്. നിലവിൽ ഇന്ത്യൻ T20 പ്ലാനുകളുടെ പ്രധാന ഭാഗമല്ലെങ്കിലും ശ്രേയസ് അയ്യരുടെ ക്ലാസും പരിചയസമ്പത്തും ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. IPL-ലും ആഭ്യന്തര തലത്തിലും മികച്ച പ്രകടനം നടത്തുന്ന ശ്രേയസിന്റെ ദേശീയ ടീമിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ ഏഷ്യൻ ഗെയിംസ് മികച്ചൊരു വേദിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഏറെ നാളായി തിരയുന്ന മികച്ചൊരു ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി. മധ്യനിരയിൽ അതിവേഗം റൺസ് ഉയർത്താനും റൺസ് നിയന്ത്രിച്ച് പന്തെറിയാനും നിതീഷിന് കഴിയും. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനായി വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ താരമാണിത്. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഫിനിഷറായ റിങ്കു സിംഗ് 7-ാം നമ്പറിൽ എത്തുമ്പോൾ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ടീമിൽ അംഗമായിരുന്ന റിങ്കുവിന് ഇത്തരം വലിയ വേദികളിലെ സമ്മർദ്ദം അതിജീവിക്കാൻ പ്രത്യേക കഴിവുണ്ട്. വിക്കറ്റുകൾ വീഴ്ത്താൻ മിടുക്കനായ ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയി ആയിരിക്കും സ്പിൻ വിഭാഗം നയിക്കുക. T20 ഫോർമാറ്റിൽ റൺസ് വിട്ടുകൊടുക്കാൻ മടിയുള്ള ബിഷ്ണോയി മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ പ്രധാന ആയുധമായിരിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പരിചയസമ്പത്തുമായി മുഹമ്മദ് സിറാജ് ആയിരിക്കും പേസ് ബോളിംഗ് നേതൃത്വം നൽകുക. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും വിക്കറ്റ് വീഴ്ത്താൻ സിറാജിന്റെ സാന്നിധ്യം ടീമിന് കരുത്താകും. സിറാജിന് കൂട്ടായി IPL-ലെ കണ്ടെത്തലായ ഹർഷ്ദീപ് റാണയും മികച്ച ബൗണ്ടറുകൾ എറിയാൻ കെൽപ്പുള്ള പ്രസിദ്ധ് കൃഷ്ണയും പേസ് നിരയിലുണ്ടാകും. ജപ്പാനിലെ പിച്ചുകളുടെ സ്വഭാവം അനുസരിച്ച് ഈ പേസ് ത്രയം ഇന്ത്യക്ക് വലിയ മേധാവിത്വം നൽകും. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വലിയ മേധാവിത്വം ഉണ്ടെങ്കിലും ഏഷ്യൻ ഗെയിംസ് പോലുള്ള ടൂർണമെന്റുകളിൽ കളി T20 ഫോർമാറ്റിൽ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ പിഴവ് പോലും വലിയ തിരിച്ചടിയായേക്കാം. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ മികച്ച യുവതാരങ്ങളെയാണ് ടൂർണമെന്റിന് അയക്കുക. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ ടീമുകൾ T20-യിൽ ഏത് വമ്പന്മാരെയും അട്ടിമറിക്കാൻ ശേഷിയുള്ളവരാണ്. ജപ്പാനിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളുടെ പിച്ചിന്റെ സ്വഭാവം, അന്തരീക്ഷം എന്നിവയുമായി വേഗത്തിൽ പൊരുത്തപ്പെടുക എന്നത് ഇന്ത്യൻ ടീമിന് പ്രധാനമാണ്. എന്നാൽ IPL പോലുള്ള കടുത്ത മത്സര സമ്മർദ്ദങ്ങളിലൂടെ കടന്നുവരുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് ഇതൊരു വലിയ പ്രതിസന്ധിയാകില്ല. സഞ്ജു എന്ന ശക്തനായ നായകന്റെ തന്ത്രങ്ങളും റിങ്കു സിംഗിനെ പോലുള്ള ഫിനിഷർമാരുടെ സാന്നിധ്യവും ഏത് കടുത്ത സാഹചര്യത്തിലും ഇന്ത്യയെ വിജയത്തിലേക്ക് സഹായിക്കും. 20ാമത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് തങ്ങളുടെ ആധിപത്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കാനുള്ള വേദിയാണ്. ഒരേ സമയം 2 ടീമുകളെ ഇറക്കാൻ തക്കവണ്ണം ഇന്ത്യൻ ക്രിക്കറ്റ് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു ഒരു വലിയ കായികമേളയിൽ ഇന്ത്യൻ തൊപ്പിയണിഞ്ഞ് ടോസ് ഇടാൻ ഇറങ്ങുന്നത് കാണുക എന്നതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. യുവത്വത്തിന്റെ വീര്യവും അനുഭവ സമ്പന്നരുടെ തന്ത്രങ്ങളും കോർത്തിണക്കി BCCI ഒരുക്കുന്ന ഈ പടുകൂറ്റൻ സ്ക്വാഡ് ജപ്പാനിലെ മൈതാനങ്ങളിൽ വിജയക്കൊടി പാറിക്കും എന്നതും ഉറപ്പാണ്. വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ സീനിയർ താരങ്ങൾ തിളങ്ങുമ്പോൾ ജപ്പാനിൽ സഞ്ജുവും കൂട്ടരും സ്വർണ്ണ മെഡലിൽ മുത്തമിട്ട് ഇന്ത്യൻ കായിക ചരിത്രത്തിൽ മറ്റൊരു സുവർണാധ്യായം കൂടി കൂട്ടിച്ചേർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ 19 കായിക ലോകം ഇനിയുള്ള ദിവസങ്ങളിൽ കാത്തിരിക്കുകയാണ്.